ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയെ തുരത്താൻ വേണ്ടി കൊട്ടാരമറ്റം തറവാട്ടിൽ നിന്ന് അലീനയെ തുരത്താൻ വേണ്ടി റീത്താമ്മയുടെ ആങ്ങളമാർ എത്തുകയാണ് കേട്ടോ. ആങ്ങളമാർ മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡൻറ്റും MLA യും പള്ളിയിലച്ഛനും എല്ലാവരും കൂടി ഒരു വലിയ സംഘമായിരിക്കും അലീനയെ തുരത്താൻ വേണ്ടി കൊട്ടാരമറ്റം തറവാട്ടിലേക്ക് എത്തുന്നത്. അവിടെ അവരെല്ലാം എതിരേക്കാൻ ഒരൊറ്റ എതിരാളിയുള്ളൂ, മറ്റാരുമല്ല, അലീനയുടെ സ്വന്തം പപ്പയായിട്ടുള്ള സ്റ്റാൻലി ജോസഫ് മാത്രമായിരിക്കും കേട്ടോ. ആ ഒരൊറ്റ ആൾ മതി അവിടെ എല്ലാവരെയും പറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും വന്നു. വലിയൊരു ഹോളിൽ എല്ലാവർക്കും നിരന്നിരിക്കാൻ പറ്റിയ വിശാലമായ ഒരു സ്ഥലത്ത് ആലോചന നടക്കുകയാണ് കേട്ടോ. ആ ഒരു മീറ്റിംഗ് പോലെ നടക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പം എത്ര പെട്ടെന്നാണ് സ്റ്റാൻലി ജോസഫിനൊരു മകളുണ്ടായത്, എവിടുന്നോ എങ്ങനെ ഉണ്ടായ ഒരു മകൾ, ഇത്ര കാലം ഇല്ലാത്തൊരു മകൾ എങ്ങനെ പൊട്ടിമുളച്ചു പെട്ടെന്നൊരു ദിവസം എന്നെല്ലാം പറഞ്ഞു റീത്താമ്മയുടെ ആങ്ങളമാർ രോഷം കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ പെങ്ങളെ ഇയാൾ വഞ്ചിക്കല്ലേ ചെയ്തിരുന്നത് ഇത്രയും വർഷം. ഇങ്ങനൊരു ബന്ധത്തിൽ ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും കാലം അത് മറച്ചു വെച്ച് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം 23 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളാണ് ഈ കുട്ടിയെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങളിതെങ്ങനെ സഹിക്കും, അവളുടെ മക്കളിതെങ്ങനെ സഹിക്കും? അവർക്ക് ഇനി ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കേണ്ടതല്ലേ? വെളിയിൽ ആൾക്കാരുമായിട്ട് സംസാരിക്കണം, കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പഠിക്കണം. അവരെങ്കിലും ഈ അപമാനങ്ങളൊക്കെ സഹിക്കും? അതെല്ലാം ഇയാൾ ആലോചിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് സ്റ്റാൻലി ജോസഫിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം കേട്ട് സ്റ്റാൻലി ജോസഫ് മിണ്ടാതിരുന്നു. അതിനുശേഷം അലീനയെ വിളിച്ചു വരുത്തി എല്ലാവർക്കും മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കൊട്ടാരമറ്റം സ്റ്റാൻലി ജോസഫിൻ്റെ മൂത്ത മകളാണ് അലീന. ഇത്രയും വർഷം 23 വർഷം ജീവിച്ചത് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിലായിരുന്നു. സംഗതി മറ്റൊന്നുമല്ല, എനിക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം അവൾ ഗർഭിണിയാവുകയുണ്ടായി. പക്ഷേ വിധി ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നാണ് നടത്തിയെടുത്തത്. വേറൊന്നുമല്ല, എൻ്റെ വീട്ടുകാർക്കും അവളുടെ വീട്ടുകാർക്കും ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ആഗ്രയില്ല. അവിടുന്ന് അവളുടെ വീട്ടുകാർ നിർബന്ധപൂർവ്വം അവളെ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മച്ചിയുടെ അസുഖബാധിതയായിട്ടുള്ള അമ്മച്ചിയെ കാണാൻ വേണ്ടി നാട്ടിലായിരുന്നു. പിന്നീട് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. കുറച്ച് മാസങ്ങളോളം ഞാൻ കോമയിലായിരുന്നു. ആ സമയത്താണ് അവൾ പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ഇവർ ഓർഫനേജിലേക്ക് കൈമാറുകയൊക്കെ ചെയ്തിരുന്നത്. അവൾ പ്രസവിച്ചോ, അവൾ പിന്നെ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള കാര്യം പോലും എനിക്കറിയാവുന്നതല്ല. അവൾ മറ്റൊരു വിവാഹം കഴിച്ചു, മറ്റൊരു കുടുംബജീവിതത്തിലേക്ക് കടന്നു എന്ന് മാത്രമാണ് അവസാനം എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവളെ കുറ്റപ്പെടുത്താനോ അവളെ തിരയാനോ ആ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കാനോ ഒന്നും ഞാൻ മുന്നിട്ടിറങ്ങിയില്ല എന്നുള്ളത് എൻ്റെ തെറ്റാണ്. ഇന്ന് 23 വർഷങ്ങൾക്കിപ്പുറം എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഓർഫനേജിൽ അനാഥയായിട്ട് എൻ്റെ മകൾ ജീവിച്ചിരുന്നു എന്നറിയുമ്പോൾ അവളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതെനിക്ക് നിർവഹിച്ചേ പറ്റുള്ളൂ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കേണ്ട. അത് ഈ സ്റ്റാൻലി ജോസഫ് ഒരിക്കലും സമ്മതിക്കില്ല. അലീന എൻ്റെ മകളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഇനി അതിലാരും സംശയ നിവാരണം വരുത്താൻ വരികയും വേണ്ട. അലീന എൻ്റെ മകളായതുകൊണ്ട് തന്നെ അവൾ ഈ തറവാട്ടിൽ തന്നെ ജീവിക്കും. എൻ്റെ മകളായിട്ട്, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ട് അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും. അതിന് എതിർപ്പുള്ളവർ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ഞാൻ ആരെയും ഇവിടേക്ക് ക്ഷണിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പോൾ പോലും നിങ്ങളെല്ലാവരും വന്നത് എൻ്റെ ക്ഷണം സ്വീകരിച്ചിട്ടാണോ? അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും വരേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ശരികളാണ് ചെയ്യുന്നത്. എൻ്റെ ശരികൾ മാത്രം എനിക്ക് നോക്കിയാൽ മതി. പിന്നെ എൻ്റെ മക്കൾ അനാഥരാകുമെന്നോ എൻ്റെ മക്കൾക്ക് അർഹിക്കപ്പെട്ടത് കിട്ടില്ല എന്നും ആരും വിചാരിക്കേണ്ട. അവർക്ക് അർഹമായിട്ടുള്ളത്, എൻ്റെ 3 മക്കൾക്കും അർഹമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അവരിപ്പോഴും പഠിക്കുന്നത് എൻ്റെ ചിലവിലാണ്. അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എൻ്റെ ചിലവിലാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്. അവർക്ക് 3 പേർക്കുമായിട്ട് അഞ്ചലിൽ ഒരു വലിയ വീട് ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട്. ആ വീടും സ്ഥലവും അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാം. അവരുടെ എല്ലാ ചിലവുകളും ഇനിയും ഞാൻ നോക്കിക്കോളാം. അതിലൊന്നും ആരും കൈക്കടത്തേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ എവിടെ വഴിയാധാരാവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ ഭാര്യയും മക്കൾക്കും അവകാശപ്പെട്ടത് ഞാൻ കൊടുക്കും. അവകാശപ്പെട്ടത് മാത്രം.
അതേപോലെ തന്നെ എൻ്റെ ഈ നിൽക്കുന്ന മൂത്ത മകൾക്കും അവകാശപ്പെട്ടത് ഞാൻ കൊടുക്കും. അലീനയെ ചൂണ്ടിക്കാട്ടി സ്റ്റാൻലി ജോസഫ് പറഞ്ഞു. അവൾക്ക് അവകാശപ്പെട്ടതിലധികവും ഞാൻ കൊടുക്കും. കാരണം 23 വർഷം ഒരു അനാഥയായി ഒന്നുമില്ലാണ്ട് ജീവിച്ചവളാണ് അവൾ. 23 വർഷം എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ജീവിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് അവകാശപ്പെട്ടതിലധികം ഞാൻ കൊടുക്കും. അതെൻ്റെ ഒരച്ഛൻ്റെ കടമയാണ്. അതാരും ചോദ്യം ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. ഇന്ന് ഇവളിപ്പോൾ താമസിക്കുന്ന ഈ കൊട്ടാരമറ്റും ബംഗ്ലാവും ഈ ബംഗ്ലാവിനോട് ചേർന്ന് കിടക്കുന്ന ഈ 100 ഏക്കർ സ്ഥലവും അതിനോട് അനുബന്ധിച്ചുള്ള കമ്പനിയും അലീനയുടെ പേർക്ക് എഴുതി വെക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം മാറ്റാനായിട്ട് നിങ്ങൾ ആര് പണിപ്പെട്ടാലും നടക്കുന്ന കാര്യമല്ല. അത് അലീനയെ ആകെ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ. പപ്പ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തിനാണ് ഇവരെയെല്ലാം വെറുപ്പിക്കുന്നത് എന്ന് അലീന ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പപ്പ പറയുന്നത്? നീ മിണ്ടരുത്, നിന്നോട് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഞാനും എൻ്റെ ഭാര്യ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞാൻ സോൾവ് ചെയ്തോളാം. നിന്നെ അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. നീ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് പറഞ്ഞു നിർത്തുന്നുണ്ട്, ഈ വീടും പറമ്പും എൻ്റെ കമ്പനിയും എല്ലാം അലീനയ്ക്ക് അവകാശപ്പെട്ടതാണ്. അല്ലാതെ അഞ്ചലിലുള്ള വീടും സ്ഥലവും എല്ലാം നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതങ്ങനെ എഴുതി തരാൻ എനിക്കൊരു മടിയുമില്ല. ഇനി അലീനയുടെ പേരും പറഞ്ഞു ഈ വീടും സ്ഥലവും കൈക്കലാക്കാം എന്ന് വിചാരിച്ച് നിങ്ങളാരും ഒരു പാർട്ടി മെമ്പറെ കൊണ്ടോ പള്ളിയിലച്ഛനെ കൊണ്ടോ എന്നെ കാണാൻ വരണ്ട. ഞാനെടുത്ത തീരുമാനങ്ങൾ എൻ്റെ മാത്രം തീരുമാനങ്ങളാണ് എന്നും പറഞ്ഞ് എല്ലാവരെയും സ്റ്റാൻലി ജോസഫ് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും എൽസമ്മയുടെ ആങ്ങളമാർ പറയുന്നുണ്ട്, കോടതി കയറിയിട്ടാണെങ്കിലും ഈ വീടും പറമ്പും ഞങ്ങളുടേതാക്കും. അങ്ങനെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾക്കൊന്നും കൊടുക്കാനുള്ളതല്ല ഇത്. എൽസമ്മയ്ക്കും അവളുടെ 3 മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഓ അങ്ങനെ നീയല്ലല്ലോടാ പറയേണ്ടത്. ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയത് ഞാനാണെങ്കിൽ അത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അല്ലാതെ ഇതൊന്നും എനിക്ക് കുടുംബ സ്വത്തായിട്ട് കിട്ടിയതല്ല. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ വീടും സ്ഥലവും പറമ്പും എല്ലാം ഞാൻ അധ്വാനിച്ച് എൻ്റെ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അത് ആർക്ക് കൊടുക്കണം, ഏത് മകൾക്ക് കൊടുക്കണം, ഏത് മക്കൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ. അതിലൊരാളും ഇടപെടാൻ വരണ്ട. ഇറങ്ങിക്കൊള്ളണം എല്ലാവരും ഇപ്പം എൻ്റെ മുറ്റത്തുനിന്ന്. ഇത്രയും മര്യാദയോടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ മകള് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ സ്റ്റാൻലി സംസാരിക്കുന്ന വിധം മറ്റൊന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഇറങ്ങിക്കൊള്ളണം എല്ലാവരും. ഇനി അലീനയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരാളും ഈ പാടി ചവിട്ടി വരരുത്. അലീനേനെ എവിടെ താമസിപ്പിക്കണം, എങ്ങനെ താമസിപ്പിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനങ്ങളാണ്. എൻ്റെ 3 മക്കൾക്കും അതുകൊണ്ട് ഒരു ദോഷമുണ്ടാവില്ല. ഇനി എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അവർ സഹിച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്റ്റാൻലി ജോസഫ് അവിടെ നിന്ന് ആട്ടിയിറക്കുന്നുണ്ട്. അത് അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്നിട്ട് അലീനയോട് വന്ന് പറയുന്നുണ്ട്, നീ ഈ ഉമ്മാക്കി കണ്ടിട്ടൊന്നും പേടിക്കണ്ട. ഇനി എത്ര പ്രശ്നങ്ങൾ നിനക്ക് നേരിടേണ്ടി വരുന്നു. നീ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അത് വെറും വാക്കല്ല. ഈ കാണുന്ന സ്വത്തുക്കൾക്കൊക്കെ ഒരു അവകാശം ഉണ്ടായിരിക്കുള്ളൂ. അത് അലീന ആയിരിക്കും. മനസ്സിലായോ? പപ്പ എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട. അത് നീ പറയുന്നതല്ലേ. നിനക്ക് നല്ലൊരു കുടുംബജീവിതം വേണം. ഒരുപാട് പൈസയില്ല, നിന്നെ നന്നായി നോക്കുന്ന ഒരാൾക്കേ ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ. അവരുടെ മുന്നിൽ നീ ഒരിക്കലും ചെറുതാവരുത്. നിനക്ക് ആവശ്യമുള്ളതിലധികം ഞാൻ നൽകും. മനസ്സിലായോ എന്ന് പറഞ്ഞ് സ്റ്റാൻലി ജോസഫ് അകത്തേക്ക് പോകുന്നുണ്ട്. തൻ്റെ പപ്പ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പപ്പയുടെ ഇടയ്ക്കുള്ള പ്രവൃത്തി അലീനയ്ക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഞാൻ സ്വത്തുക്കൾക്കോ പണത്തിനോ മോഹിച്ചല്ല ഈ വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും എന്നെ സ്വത്തുക്കൾ കൊണ്ടും പണം കൊണ്ടും മൂടുകയാണ്. എനിക്കിതൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ ആരെ പറഞ്ഞ് ധരിപ്പിക്കും എന്ന് അലീന ചിന്തിക്കുകയാണ്. തനിക്ക് വേണ്ടത് നല്ലൊരു ജീവിതമാണ്. അതിന് ഇത്രയും സ്വർണ്ണമോ പണമോ ഒന്നും വേണ്ട. എനിക്ക് കുറച്ച് സ്നേഹം മാത്രം മതി എന്നാണ് അലീന വിചാരിക്കുന്നത്. അതാർക്കും മനസ്സിലാവുന്നില്ല എന്നെല്ലാം സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അലീന അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനയെ പറപ്പിക്കാൻ പലരും വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാം തോറ്റ് പിന്മാറുകയാണ് കേട്ടോ. പിന്നീട് എല്ലാവരെയും അഞ്ചലിലുള്ള എൽസമ്മയും മക്കളെയും അതുപോലെ തന്നെ പുനലൂരുള്ള സ്റ്റാൻലി ജോസഫിൻ്റെ കുടുംബക്കാരെയും എല്ലാവരെയും അലീന സ്നേഹം കൊണ്ട് കയ്യിലെടുക്കുന്നുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.